ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഫുഡ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് പോത്തിറച്ചി വരട്ടിയതാണ്. ഞാൻ സ്റ്റീവൻ ചേട്ടനും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആരെങ്കിലും ഈ ഫുഡ് വേൾഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് 1 കിലോ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തതുണ്ട്. ഇത് ഇറച്ചിയിൽ തന്നെയുള്ള നെയ്യും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല തണ്ടലിൻ്റെ ഇറച്ചിയാണത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേരേണ്ട ചേരുവകൾ ഇടാം. ഫസ്റ്റ് നമ്മൾ ഉപ്പിടാൻ പോകണം. ആവശ്യത്തിന് ഉപ്പ്. അതുപോലെ ഇഞ്ചി, വെള്ളുള്ളി, വേപ്പില പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-2.5 സ്പൂൺ കാണും ഇത്. ഒരു ഗ്രീൻ പേസ്റ്റ് ആയല്ലേ. വേപ്പില ഉള്ളി ചെല്ലുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ വേപ്പില അങ്ങോട്ട് അരച്ചതിലിട്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്തത്. അതുപോലെ കുരുമുളക് പൊടി 2 സ്പൂൺ ഇടാം. പിന്നെ അത് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. പെരിഞ്ജീരകം നമ്മൾ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചതാണ്, അത് 1 സ്പൂൺ. ഗരം മസാല 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2 സ്പൂൺ. പിന്നെ എരിവ് ഉള്ളു വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ വിനാഗിരി ചേർക്കാൻ പോവാണ്. ഇതിന് പകരം നാരങ്ങാനീര് ചേർത്താലും മതി. അത് വിനാഗിരി ഇല്ലാത്തവർക്ക് നാരങ്ങാനീര് ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല മിക്സും കാര്യങ്ങളും ആയിക്കോളും. ഇതുമ്മ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞ് നമ്മളിത് ശരിക്കും കൈക്ക് തന്നെ തിരുമ്മി കൊടുക്കണം. തിരുമ്മിയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ശരിക്കും ഈ ഇറച്ചിയിലേക്ക് ഇതെല്ലാം പിടിച്ച്, എന്നിട്ട് നമ്മൾ വയ്ക്കാൻ പോണത് കുക്കറിലാണ്. അതിപ്പോൾ നമ്മളുടെ ഇറച്ചിയുടെ വേവ് അനുസരിച്ച് നമുക്ക് എത്ര വിസിൽ വേണമെന്ന് തീരുമാനിക്കാം. ഞങ്ങളിപ്പോൾ ഇത് നാടൻ ഇറച്ചിയാണെന്ന് പറഞ്ഞ് അവർ, അപ്പോൾ നമുക്കൊരു 4 വിസിൽ കേൾപ്പിച്ചാൽ ഓക്കെ ആവും. അതല്ല വലിയ പ്രായമുള്ള ഉരുവൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ വിസിൽ കേൾപ്പിക്കണം, അല്ലെങ്കിൽ ഇറച്ചി വേവില്ല. അപ്പോൾ നമ്മൾ ശരിക്കും തിരുമിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഇത് തിരുമ്മി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് കുക്കറിലിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാനില്ല. കാരണം ഈ ഇറച്ചിയിൽ നമ്മൾ കഴുകി വെച്ചതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഇറച്ചിയിലെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിന് വെള്ളമാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ കുഴമ്പ് രൂപത്തിലാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ഇട്ട് വറ്റിച്ച് എടുക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിൽ വെച്ച് വേവിക്കാൻ തുടങ്ങി. നമ്മളൊരു 25 ഉള്ളി, നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് അരിഞ്ഞിട്ടാലും മതി. ഇപ്പോൾ ചിലർക്ക് ചതച്ചിടുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചതച്ചാണ് ഇടാൻ പോണത്. അപ്പോൾ നമുക്കിത് ചതച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. നല്ല അധികം ചാറൊന്നുമില്ല, നല്ല കുഴകുഴാന്നുള്ള കണ്ടീഷനിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്കത് വരട്ടിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ മുറി തേങ്ങാക്കൊത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം.
നമ്മുടെ ഇറച്ചിക്ക് അധികം ഉപ്പ് കൂടുതൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതുകൊണ്ട് നമ്മൾ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ തേങ്ങാക്കൊത്തിനും കാര്യങ്ങൾക്കും ആയിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒരു കളർ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊരല്പം വീതമാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, അത്ര എടുക്കത്തുള്ളൂ. നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തതാണ്. ഇനി നമുക്ക് ആ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇറച്ചി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു ചെറിയ ഗ്രേവി പോലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അത് ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. ഞങ്ങൾ ഓൾറെഡി നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വേവിച്ചപ്പോൾ തന്നെ നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ള തേങ്ങാക്കൊത്തിനൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് എത്രത്തോളം ഒരിഞ്ഞു വരണം ആ ഒരു ടൈം അനുസരിച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല, എന്നാൽ അടിയിലൊന്നും പിടിക്കാത്ത വിധത്തിൽ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ ഇരുന്നത് റെഡിയായിക്കോളും. ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഇത് 2 ടൈപ്പിൽ എടുക്കാൻ പോകണം. ഇപ്പോഴത്തെ ഈ അല്പം ഗ്രേവിയോടുകൂടി, ഗ്രേവി അല്ല, ഒരു കുഴമ്പൻ ടൈപ്പിൽ ഒരു കുറച്ച് മാറ്റാണ്. പിന്നത്തെ ഞങ്ങൾ ശരിക്കും ഫ്രൈ ആക്കിയിട്ട് മുരിച്ചെടുക്കാം. അപ്പം നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കൊക്കെ കഴിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും സൂപ്പർ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ മറ്റേ ഫ്രൈ ആക്കിയത്. നമ്മൾ ഹാഫ് ഈ കണ്ടീഷനിൽ മാറ്റാണ്. അപ്പം നമ്മളുടെ ഫ്രൈ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ നല്ല ഒരു കറുപ്പ് രാശിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ മൊത്തം വെച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു അല്പം ഒരു ഗ്രേവിയോട് കൂടിയല്ല, എന്നാലും ഒരു റോസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ എടുത്തു. പിന്നത്തെ നമ്മൾ ഇതുപോലെ പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. നീളം പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് നീളത്തിൽ, മറ്റേ നമ്മളുടെ ഓണമുളകായിരിക്കണം, അല്ലെങ്കിൽ എരിവ് കൂടും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, കിടു ടേസ്റ്റാണ്. പിന്നെ ഈ പോത്തിറച്ചി വരട്ടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് എൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഒരു പ്രാവശ്യം ഉണ്ടാക്കിക്കൊണ്ടുപോയി കൊടുത്തായിരുന്നു അമ്മയ്ക്കും ചേട്ടനും ഒക്കെ. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കിത് വരട്ടി കുറച്ച് ദിവസമൊക്കെ വെച്ചേക്കാൻ പറ്റിയ ഒരു ഇതുകൂടിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു റെസിപ്പി അതുപോലെ തന്നെ നോക്കിയിട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ.